ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എൻ്റെ മൂത്തുമ്മയുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനും ഉമ്മ അനിയത്തി ഉപ്പ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഉപ്പ പിന്നെ നിന്നൊന്നുമില്ല, ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് അങ്ങനെ വരും കേട്ടോ. ഞാൻ എണീറ്റ് വരാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് കഴിച്ചു. ഇപ്പോൾ വന്നപ്പോൾ പടപൊടി ഇരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂത്തുമ്മയുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി. മൂത്തുമ്മ എൻ്റെ ഉമ്മയുടെ പോലെ തന്നെ ഈ ചെടികളും കൃഷികളൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ മാവുകൾ അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ള ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ നിന്നിട്ട് ഞാനിത് പൊട്ടിക്കുന്നൊക്കെ പറയണം. അപ്പോൾ അതൊന്നും ചെയ്യരുത് പറയണം എന്നോട്. ഇതെന്താ അവക്കാഡോ മരമാണ്. ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോയിൽ ഞാൻ ഇതെല്ലാം അതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വണ്ടികൾ കുറേ പോകണ്ട, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ പറയാത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പേരക്ക, റോസപ്പ് അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ. അതൊക്കെയാണ് പറയുന്നത്. ഞാൻ അവിടെ നോക്കിയിട്ട് ഇതാണ് എൻ്റെ വ്ളോഗ് എന്നൊക്കെ കേട്ടോ പറയുന്നത്. ഇത് പേരക്ക, ഇത് പൊട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാൻ പോയി ഇതും വേണ്ട കുറേ കിളിയൊക്കെ കൊത്തിപ്പോണേ. ഇത് ഉള്ളിലൊരു പിങ്ക് കളർ വരുന്ന നല്ല ടേസ്റ്റ് മധുരമുള്ളതാണ്. അധികം കണ്ട് പഴക്കില്ല, അപ്പത്തിനും കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞിട്ട് പോണത് കേട്ടോ. വേറൊന്നുമല്ല, ചക്ക. ഇത് താഴത്തുണ്ടാവണം ഒരു ചക്ക. താഴത്ത് മീൻസ് അധികം വലിപ്പം വെക്കാത്ത കുഞ്ഞി ചക്കല്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, താഴത്തായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കണ്ടോ. ഇതിൻ്റെ അധികം നമ്മുടെ ഈ ചെറിയൊരു തയ്യാണ് ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ ഉണ്ടായി. ഇതുപോലെ തന്നെ ചക്കകൾ ഇങ്ങനെ മേളിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് പ്ലാവാണ് കണ്ട. ഈ ഒരു വണ്ണേ വരുന്നുള്ളൂ ഈ പ്ലാവിന്. കുഞ്ഞിതാണ് പ്ലാവ്. അതുമേലാണ് ഈ കണ്ട ചക്കൊക്കെ ഉണ്ടായിക്കണം. അപ്പോൾ ആരും കണ്ണിടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ മൂത്തുമ്മ നനയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ മൂത്തുമ്മ പറയാണ് ഇന്നൊന്നും പിടിച്ചതിലിടല്ലേട്ടാന്നൊക്കെ പറയണ മൂത്തുമ്മ. അങ്ങനെ മൂത്തുമാരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ബാക്കിൽ ഉമ്മി ഉണ്ണി അവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മുത്തുമാനെ കളിയാക്കി ദേഷ്യം പിടിപ്പിച്ചു. കറിവേപ്പില, കാറ്റാർവാഴ അങ്ങനെ കുറേ കണ്ടിട്ടോ. പേരൊന്നും എനിക്കറിയില്ല. പിന്നെ കുഞ്ഞേ തെങ്ങുകൾ ഉമ്മമാനൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഉമ്മമാണ് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. മരങ്ങനായി ഉമ്മ അതെന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമാനെയും പറ്റിക്കുന്നുണ്ട് കേട്ടോ. അതിൽ എൻ്റെ ബ്രദർ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവും, വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയി. ഫുഡ് നമ്മൾ സാദാ ചോറും മീൻകറിയും സാമ്പാർ ഉപ്പേരി അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുക കേട്ടോ ചെയ്തത്. ബാക്കി നമ്മൾ ബിരിയാണിയൊക്കെ നമ്മൾ ഏൽപ്പിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാം കൂടെ ആയിട്ട് നമുക്ക് പണി ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് നമ്മൾ ഏൽപ്പിച്ചു സാദാ ഫുഡ്. പിന്നെ നമ്മളെല്ലാം ഇവിടെ വീട്ടിൽ താത്താരും എല്ലാവരും കൂടിയിട്ട് വീട്ടിലുണ്ടാക്കുക കേട്ടോ ചെയ്തത്. എനിക്ക് ചെറുതായിട്ട് കൊടുന്നു വന്നപ്പോൾ ഞാനത് കഴിച്ചു. അങ്ങനെ ഇത് ഇരിക്കണത് എൻ്റെ മൂത്താപ്പ. ഇതൊക്കെ എന്നെ കുറ്റം ഇരുന്ന് പറയണം കേട്ടോ. ഇത് ഞാൻ മൂത്താപ്പാനെ ഇതിൽ പരിചയപ്പെടുത്താട്ടോ ഇതിൻ്റെ ഓൺ വോയിസിൽ. അപ്പം മൂത്താപ്പാരനെ ഞാൻ മാത്രമല്ല നിൻ്റെ ഡാഡിൻ്റെ ഉമ്മൻ്റെ എല്ലാവരും പരിചയപ്പെടുത്തുക. ഇതാരാ ചെറിയ കുട്ടി സബ്സ്ക്രൈബർ കേട്ടോ. എന്ത് കണ്ടിട്ടാണ് അവ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ നല്ല ഫാനാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. സബ്സ്ക്രൈബറാണ്, ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഫുഡ് കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സൈക്കിളൊക്കെ ചവിട്ടാന്ന് വിചാരിച്ചു. ഇത് മോൻ്റെ സൈക്കിളാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ അതൊക്കെ ചവിട്ടി അതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി. ഇവൻ്റെ സൈക്കിളാണ് കേട്ടോ. ഒരു കുഞ്ഞ് കോഴിക്കുട്ടികളും കുറേ ഉണ്ട്. നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. തള്ളഭാഗ്യത്തിന് കൊത്തൊന്നും ചെയ്തില്ല. ഞാൻ വല്ലാണ്ട് കളിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു. അതിനെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കാനൊന്നും പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ എല്ലാവരും ഇപ്പോൾ പോയതിന് ശേഷമുള്ള പരിപാടിയാണ് ഇത് നമ്മൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ട്രെൻഡിന്. അപ്പം നമ്മളും അങ്ങനെ ഈ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇതാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. മാങ്ങ നമുക്ക് മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മാങ്ങ വീട്ടിലത്തെ മൂത്തമ്മയുടെ വീട്ടിലത്തെ മാങ്ങ ഉണ്ടാകുന്നതൊക്കെ മുറിച്ച് ഇതിൽ കൂടെ ആക്കി വൈകുന്നേരം ഞങ്ങൾ ഓപ്പൺ ടെറസിൽ പോയിരുന്നു. ഉപ്പും മുളകും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താത്താരെല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് റെഡിയാക്കി. ഉമ്മ വാഴയിലൊക്കെ ഇങ്ങനെ നീളത്തിലൊന്നും മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാണ്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വാഴയിലൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു പറമ്പിലത്തൊക്കെ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മൂത്തുമ്മ വാഴയിലൊക്കെ പൊട്ടിച്ച് വന്നു. ഞങ്ങളെല്ലാ സാധനങ്ങളും കൂടി ഈ വാഴയിലിട്ടു മിക്സാക്കി എല്ലാവരും കൂടെ ഇരുന്നത്ത് കഴിച്ചു. ഉമ്മമാനെയും മൂത്തുമ്മാനെയും പിന്നെ എല്ലാവരും കൂടി. എരിവൊന്നും അധികം ഇട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എരിവ് നമുക്ക് പ്രശ്നമാണ്. എനിക്കും ചെറിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ 13 ആൾക്കാർക്കും മരുന്ന് കഴിക്കുന്നവരും അതൊക്കെയാണ്. അപ്പോൾ എരിവ് പറ്റാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എരിവ് അധികം ഇട്ടില്ല കേട്ടോ. എന്നിട്ട് കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇത് മിക്സ് ആക്കണത്. അതൊന്നും ഞാനൊന്നും പറയാൻ വരണ്ട. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ആൺതരി ഉണ്ട് ഇതിൽ. അതിൽ മിസ്സായ സമയത്ത് അവൻ കളിക്കാൻ പോയി. അപ്പോൾ ഇവൻ വീഡിയോ കാണുമ്പോഴാവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയുള്ള. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.